ഉത്സവ കെട്ടുകാഴ്ചകൾക്ക് നിയന്ത്രണവുമായി സർക്കാർ. ദൂരസ്ഥലങ്ങളിൽ നിന്നും കെട്ടുകാഴ്ചകൾ കൊണ്ടുവരരുത് എന്നാണ് നിർദ്ദേശം. പ്രജിത് മോഹൻ തുടരുകയാണ്. പ്രജിത്ത്, ഇങ്ങനെ ഒട്ടേറെ നിർദ്ദേശങ്ങളും നിഷ്കർഷയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് വെച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലതും പ്രായോഗികമല്ലാത്തതുമാണ്. എങ്കിലും അത് ഏത് വിധേനയും ഇല്ലാതാക്കുക, ഇത്തരത്തിലുള്ള ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങൾ എന്നുള്ള വിമർശനമാണ് പൊതുവെ ഉയർന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് ഭക്തരുടെ അടക്കം ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നതും, അല്ലേ? അങ്ങനെ തന്നെയാണ് കെ പി. കാരണം ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളുടെ കാര്യം പറഞ്ഞു. ഓരോ ക്ഷേത്രങ്ങളുടെയും ഉത്സവ രീതികൾ, അവിടുത്തെ എഴുന്നള്ളിപ്പ് രീതികൾ ഇതെല്ലാം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ സ്പെസിഫിക് ആയിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വിനായക ചതുർത്ഥി പോലെയുള്ള ദിവസങ്ങൾ വരുന്ന സമയത്ത് വലിയ ഗണേശ വിഗ്രഹങ്ങൾ അത്തരത്തിൽ നിമജ്ജനം ചെയ്യാൻ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. അത് സംസ്ഥാനത്തിൻ്റെ പലയിടത്തുമുണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്കായി ചെയ്യുന്നവരുണ്ട്. ചിലയിടങ്ങളിൽ സംഘടിതമായ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തുമൊക്കെയുള്ള വലിയ ആഘോഷങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പ്രാദേശിക തലത്തിലൊക്കെ അത്തരം ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ പറയുന്ന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഭക്തരെ ഏത് രീതിയിൽ ബാധിക്കും, അല്ലെങ്കിൽ അവരുടെ മനസ്സിലതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ആയിരിക്കും എന്നൊക്കെയുള്ളത് നമ്മൾ കാണേണ്ടതാണ്. കാരണം ഒരു സർക്കാർ സംവിധാനം വന്നു എന്നുള്ളത് കൊണ്ട് പാരമ്പര്യമായി കരുതിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ, ആഘോഷങ്ങൾ, അവയിലൊക്കെ കൂടുതൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് ഏകപക്ഷീയമായ നിയന്ത്രണങ്ങളായി മാറുമ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വലിയ വിഭാഗം ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കൊല്ലം, ആലപ്പുഴ തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഇത്രയും വലിയ കെട്ടുകാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മേഖലകളിലൊക്കെ വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതയും ഇനി കാണുന്നുണ്ട്. കാരണം ഉത്സവ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ഈ രീതിയിലുള്ള കെട്ടുകാഴ്ചകളുടെയൊക്കെ എണ്ണം, അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വലിയൊരു ബിസിനസ് സാഹചര്യം തന്നെയുണ്ട്, അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക വ്യവസ്ഥ തന്നെയുണ്ട് ഈ ഉത്സവങ്ങളുടെ കെട്ടുകാഴ്ചകളുമായി ബന്ധപ്പെട്ട്, അവിടെ അണിനിരത്തുന്ന ഫ്ലോട്ടുകളുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ അവർക്കൊക്കെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന ഒരു ഉത്തരവാണിത് എന്നുള്ളതാണ്. KSEBയുടെ ഒരു സാഹചര്യം മാത്രമാണോ സർക്കാർ ഈ വിഷയത്തിൽ പരിഗണിച്ചത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഏകപക്ഷീയമായി ഇതിനെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് ക്ഷേത്ര കമ്മിറ്റികളുണ്ട്, ഹൈന്ദവ സംഘടനകളുണ്ട്, ഇവരോട് ആരുടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഇതിനകത്ത് വരുന്നില്ല. ഉദ്യോഗസ്ഥരുടെ തലത്തിൽ തീരുമാനമെടുക്കുന്നു, അതിന് സർക്കാർ അംഗീകാരം നൽകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അത് വളരെ ഏകപക്ഷീയമായിട്ടുള്ളൊരു നടപടിയായിപ്പോയി എന്നുള്ളൊരു വിമർശനം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. കാരണം ഇത് ബാധിക്കുന്ന, ഇത്തരമൊരു നിർദ്ദേശം ബാധിക്കുന്നത് പാരമ്പര്യമായി നടത്തിവരുന്ന വലിയ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും ചടങ്ങുകളെയും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ, അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന ആളുകളെ കണക്കിലെടുത്താണോ, അവരുടെ അഭിപ്രായം കേട്ടിട്ടാണോ ഇത്തരം തീരുമാനങ്ങളിലേക്ക് പോകേണ്ടത്? അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഈ യോഗവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെ പറ്റിയുള്ള നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതുണ്ട്, അവരുടെ നിലപാടുകളും ഈ വിഷയത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ വലിയ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ ഈ നിയന്ത്രണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇളവുകൾ വരുത്തുമോ, അല്ലെങ്കിൽ കർശനമായി ഇത് നടപ്പിലാക്കാൻ പോകുമോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു തീരുമാനം വന്നത് അത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. KP, ഏതായാലും സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇതിനകം ഉയർന്നു കഴിഞ്ഞത്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾക്ക് മേൽ സർക്കാർ സംവിധാനങ്ങൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രസക്തമായിക്കൊണ്ടിരിക്കുന്നതും. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.